എന്താ അൽഫാം ഇപ്പൊ വേണ്ട സാറേ. നിങ്ങളല്ലേ മിസ്റ്റർ മഞ്ജുതാണ്. സാറേ ഞാൻ സാറെ വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കാണുന്ന വീട് കണ്ടോ, ആ വീട്ടിലെ ചെക്കനുണ്ടല്ലോ, അവൻ ഭയങ്കരമായിട്ട് കിടന്ന് രാത്രി പ്രേത്തെ കാണുന്നെന്ന് പറഞ്ഞു കിടന്ന് പ്രേതം എന്ന് പറഞ്ഞു കിടന്ന് കാറുക. അവനെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് തരാൻ വിളിപ്പിച്ച്. അത് കാരണം മനുഷ്യൻ രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ ചെക്കനെ എന്നെ ഒന്ന് കാണിക്കും. ആ ചെക്കൻ്റെ വീട് സാറേ അവൻ കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ഏതാണ്ട് വൈകിട്ടൊരു 3-4 മണി കഴിയുമ്പോഴത്തേക്കാണ് കിടന്ന് അലക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഈ പ്രേതം എന്ന് പറയുന്നത് കുറിച്ച് തോന്നിയിട്ടുണ്ട്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആ വീട്ടിനകത്ത് എപ്പോഴും അവൻ ലൈറ്റ് ഇട്ടുകൊണ്ടായിരിക്കും. ഇവിടുത്തെ പുതിയ SI സാറാ, നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വന്നാ. നീ ഏതാ ചോദിച്ചു? നീ ഇങ്ങോട്ട് തന്നെ സാർ വിളിച്ചു പറയൂ സാർ. ഐ എം റിയലി ഗുഡ് ഫാഷൻ. നിങ്ങൾ 3-4 ദിവസമായിട്ട് രാത്രി കിടന്ന് അലിക്കുന്നതും വൈകുന്നേരം മുതൽ അല ഉറങ്ങുന്നതും സാർ ഇത് പ്രേതത്തിനെ കണ്ടതൊക്കെ ഇന്നലെ അലിച്ച അതുകൊണ്ടൊന്നും അല്ല. ഇന്നലെ ഞങ്ങൾക്കൊരു ശീലമുണ്ട്, എന്ന് ഈ കുങ്കുമൊടുക്കിയുടെ കണികര തേക്കും. ഇന്നലെ തേച്ചത് മുളക് പൊടിയാണ്. അതുകൊണ്ട് സാർ അതുകൊണ്ട് അലിച്ചത് മതി. പിന്നെ ചോദിച്ചോ. എനിക്ക് തോന്നുന്നു അവൻ പ്രേതത്തെ കണ്ടിട്ടല്ല അലയ്ക്കുന്നത്, അവൻ വേറെന്തോ കണ്ടിട്ട് അലയ്ക്കും. ഇപ്പം നീ ശ്രദ്ധിച്ചില്ലേ, നമ്മൾ അവിടെ റൂമിൽ ചെന്നപ്പം അവൻ ചിരിക്കുമല്ലോ, നീ വിളിച്ചിട്ടും ചിരി നിർത്തിയില്ല, അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ നീ അവസാനം വിളിച്ചപ്പോൾ അവനാണെങ്കിൽ നിന്നെയല്ല മുകളിലോട്ടാണ് നോക്കി. അതിനും ഐ തിങ്ക് ഹീസ് മെനൽ. ആ സാറ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവന് കഴിഞ്ഞ 2 വർഷമായിട്ട്, കഴിഞ്ഞ 2 വർഷം മുമ്പ് അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഒരു നല്ലവനായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് എന്തോ അവനൊരു കുഴപ്പമുണ്ട്. ഇതെന്താണോ ഇത്ര നേരം പറയാൻ? സോറി സാറേ, കേഫിൻ്റെ കാര്യമായതുകൊണ്ട് വിട്ടേക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ട് ഇത് മൊത്തം വ്യാജമാ. ഇതൊക്കെ തനിക്ക് എങ്ങനെ സാറേ ഇന്നലെ രാത്രി ഞാൻ ഒളിച്ചേട്ടാ, ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ ഞാൻ അവനെ ജസ്റ്റ് ഒന്ന് സ്പൈ ചെയ്ത് നോക്കിയാ. അപ്പോൾ അവിടെ നിന്ന് അവൻ പറയുന്നത് കേട്ടോ, അവൻ ആരോടോ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഈ മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ കാര്യം. അതായത് നമുക്ക് കണ്ടില്ല. ഓക്കെ സാറേ, നമ്മളിപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുണ്ടല്ലോ, അവർ കുറേ ഫൺ വീഡിയോസ് ഇടുന്ന യൂട്യൂബ്. അത് ഞാൻ തന്നോട് അങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു. ഫണ്ട കരിക്ക് അഗ്രനാടി ഗുഡ് മീഡിയ. സാറ് ഡിക്കറുണ്ട് കേട്ടോ, കിക്കർ അങ്ങോട്ട് വെച്ചെന്നുണ്ടല്ലോ സാറേ. അതല്ല, അവനൊരു യൂട്യൂബറാണ്. സാറേ എനിക്ക് തോന്നുന്നത് അവന് ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ഇതുപോലത്തെ കണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സാറല്ലല്ലോ സാറേ, താനല്ലേ സാറ്? താൻ ഇത് വകുപ്പെടുക്കുന്നോ? ഇവിടെ ഞാനാ സാറ്. എന്താണോ ഇത്? എടോ ഞാൻ സാർ കോപ്പാണ്, കോപ്പ്. അതെ ഞാൻ കോപ്പാണ്, പോലീസ് കോപ്പ്. ആ കോപ്പല്ലോ, താൻ കൊരങ്ങനാ. നോക്ക്, ഇതൊന്ന് ലാൻഡ്സ്കേപ്പ് ആക്കി തരുമോ? മാറിപ്പോയി. ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി. ഇതുള്ളത് ചൈനയിലെ ടിയാൻമെൻ. സോറി, മാറിപ്പോയി. ഇതാണ് ഇത്, നോക്ക്. എവിടുന്നോ സമയം കിട്ടുന്നത്? ഇടയ്ക്കെപ്പരോ കൊള്ളാം. എടോ അവൻ കിടന്ന് ചിരിക്കുമായിരുന്നു, പ്രേതം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. പിന്നെ
സാറേ എൻ്റെ ചെവിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ പന്നെ വീഡിയോ കണ്ടിട്ട് തന്നെ അയാൾ തിരിച്ചോണ്ടിരുന്നത്. അത് ഞാനല്ലേ പറയണ്ടേ? എന്നാ പറ. ആ ചെക്കൻ എന്നെ വീഡിയോ കണ്ടിട്ട് തിരിച്ചോണ്ടിരുന്നേ. ആ തനിക്ക് ചെവിക്ക് കുഴപ്പമുണ്ടായാൽ നേരത്തെ പറയണം അതിന്. ആദ്യമായിട്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് കേസ് സോൾവ് ചെയ്യും.